ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം വീഡിയോസ് ആദ്യം വരാനെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നേരെ വീഡിയോയിലായിട്ട് പോകാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നൊരു ചിക്കൻ കുറുമയുടെ റെസിപ്പിയാണ് കേട്ടോ പറയണേ. നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളും കാണണേ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഉരുളി വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് നമുക്ക് സബോള ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. സബോള നല്ലോണം ഒന്ന് വറുത്ത് കോരിയതിന് ശേഷം അതിലേക്ക് നമുക്ക് സ്പൈസസ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കണ്ടേ. അപ്പോൾ അതിലേക്ക് നേരെ പെരുംജീരകവും കുരുമുളകും കറുകപ്പട്ടയും പിന്നെ കറുകലയിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യട്ടോ. അതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടതിന് ശേഷം അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പും ചിക്കനും ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് നമുക്കൊന്ന് ചിക്കൻ്റെ കളറൊന്ന് മാറി വരണം കേട്ടോ. ഒരു വൈറ്റ് കളറാവും നമ്മൾ ചിക്കൻ അതുവരെ ഒന്ന് നമുക്ക് നല്ലോണം ഒന്ന് മുരിച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതിന് ശേഷം നമുക്ക് അതിലേക്ക് അരപ്പുണ്ട് തയ്യാറാക്കാം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സബോളയും പിന്നെ കുറച്ച് നാളികേരവും പിന്നെ മല്ലിച്ചപ്പിൻ്റെ ഇലയും പിന്നെ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും നമുക്ക് നല്ലോണം ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചിക്കനും കൂടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ചിക്കനിലേക്ക് നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഒരു പച്ചച്ചവൊക്കെ ഒന്ന് മാറുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ അരപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് വേറെ പാത്രത്തേക്ക്. അപ്പം നമ്മൾ ഇത് മിക്സ് റെഡി ആയതിനു ശേഷം അരപ്പ് കഴുകിയിട്ട് വെള്ളം ഒഴിക്കണം കേട്ടോ. അരപ്പിൻ്റെ പാത്രം, കാരണം അതിലത്തെ ആ ടേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അരപ്പ് കഴുകിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നേരെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് വറ്റിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ. അപ്പോൾ അതിലേക്ക് നേരെ നമ്മൾ അരച്ച് വെച്ചതിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതിൽ കുറച്ചുണ്ടാവുമല്ലോ, നമുക്ക് നല്ലോണം അരച്ച് കഴിയുമെന്ന് ഒഴിച്ചു കൊടുക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ കുറുമ. നിങ്ങൾ ഒരു വട്ടയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് തിളയ്ക്കണ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അതങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് നേരെ ഒരു കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ കറി ഇവിടെ റെഡിയായി. ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.